സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിവിടെ റോഷൻ. അങ്ങനെ നമ്മുടെ ചാനൽ ഇന്ന് മുതൽ പുതിയൊരു സംരംഭം ആരംഭിക്കുകയാണ്. വേൾഡ് വാർ ഹൾക്ക് എന്ന മാർവലിന്റെ ഒരു മികപ്പെരിയ കോമിക് സ്റ്റോറി ഫുൾ ആയിട്ട് നമ്മൾ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോവാണ്. ഓഫ് കോഴ്സ് ചില്ലറ കഥയൊന്നുമല്ല, ഒരു മഹാഭാരത ലെവലിൽ നീണ്ടു നിവർന്ന് പരന്നങ്ങ് കിടക്കുന്നതുകൊണ്ട് തന്നെ ഓരോരോ ചാപ്റ്റർ ആയിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആക്കാനായിട്ട് പോകുന്നത്. സോ ക്ഷമ വേണം, സമയം എടുക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം അങ്ങ് പറഞ്ഞേക്കാം, ഞാൻ അങ്ങനെ അധികം കോമിക്സ് ഒന്നും വായിക്കുന്ന കൂടുതലല്ല. പക്ഷേ ഈ ഒരു ഐറ്റം വായിച്ചതിന് ശേഷം ഇത് ആരോടെങ്കിലും ഇതിനെപ്പറ്റി രണ്ടു വാക്ക് പറയണമെന്നൊരു ആഗ്രഹം ഇങ്ങനെ ഭയങ്കരമായിട്ട് വരികയും എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഇതൊരു വീഡിയോ സീരീസ് ആയിട്ട് നമ്മുടെ ചാനൽ അങ്ങനെ ചെയ്തുകൂടാന്നുള്ളൊരു ചിന്തയുടെ പുറത്താണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഈ ഒരു കോമിക്സിന്റെ ആദ്യം മുതൽ അവസാനം വരെ കൂടെ വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോമിക് എക്സ്പ്ലനേഷൻ പരിപാടി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമാണ്. സോ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് എത്രമാത്രം എക്സൈറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട്, അടുത്തടുത്ത പാർട്സിന് വേണ്ടി നിങ്ങൾ എത്രമാത്രം വെയിറ്റിംഗ് ആണെന്നുള്ള കാര്യമൊക്കെ അറിയുന്നത് തന്നെയായിരിക്കും എനിക്ക് അടുത്തടുത്ത പാർട്സ് പെട്ടെന്ന് ചെയ്യാനായിട്ടുള്ളൊരു ഉന്മേഷം തരുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടേതായ ഒരു സപ്പോർട്ട്, ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കും ആ ഒരു മെസ്സേജ് കൺവേ ആവും, സാധനം അത്യാവശ്യം വർക്ക് ആവുന്നുണ്ടെന്നുള്ള കാര്യം. സോ കൂടുതൽ പറഞ്ഞു വലിപ്പിക്കുന്നില്ല, വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട് വേൾഡ് വാർ ഹൾക്ക്. ഹൾക്ക്, നീ ഞങ്ങളോട് ക്ഷമിക്കണം. എനിക്കറിയാം നിനക്കത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഞങ്ങളുടെ മുമ്പിലും വേറെ ഓപ്ഷനില്ല. ഒരുപാട് വട്ടം ഈ ഭൂമിയെ പല മോശം അവസ്ഥകളിൽ നിന്നും നിരീക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ വരും കാലത്ത് ഈ ഭൂമി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ത്രെട്ട് അത് നീ തന്നെയാണ് ഹൾക്ക്. അതുകൊണ്ട് ഞങ്ങൾക്കും ഈ ഡിസിഷൻ എടുത്തേ പറ്റൂ. ഫാന്റാസ്റ്റിക് ഫോർ ടീമിന്റെ ഹെഡായിട്ടുള്ള റീഡ് റിച്ചാർഡ്സ് ആണ് ഹൾക്കിനോട് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോലെ തന്നെ ഹൾക്കിനും എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. സോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൾക്ക് ഭാവിയിൽ നമ്മുടെ ഭൂമിക്ക് തന്നെ വലിയൊരു ത്രെട്ടായിട്ട് മാറാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഡോക്ടർ സ്ട്രേഞ്ച്, റീഡ് റിച്ചാർഡ്സ്, ടോണി സ്റ്റാർക്ക് എന്നിവരെല്ലാം ചേർന്നിട്ട് നമ്മുടെ ഹൾക്കിനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ അങ്ങ് പറഞ്ഞയക്കാൻ പോവുകയാണ്. സൂത്രത്തിൽ ഹൾക്കിനെ ഈ ഒരു സ്പേസ് ഷിപ്പിൽ ട്രാപ്പാക്കിയതിന് ശേഷം ഹൾക്കിനെ വേറൊരു പ്ലാനറ്റിലേക്ക് അയക്കാനായിട്ട് പോവുകയാണ് അവരെല്ലാം കൂടെ. ബോധം വീണ ഹൾക്ക് കാര്യകാരണങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം പ്രാന്ത് എടുത്തിട്ട് ആ ഒരു സ്പേസ് ഷിപ്പ് തന്നെ അടിച്ച് പൊളന്ന് പുറത്തോട്ട് വരാനായിട്ട് നോക്കുവാണ്. ഇത് കണ്ടുകൊണ്ടിരുന്ന ടോണി സ്റ്റാർക്കും ഇനി ഇവനെ ഇവിടെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് റീഡ് റിച്ചാർഡ്സിനോടായിട്ട് പറയുവാണ്, റീഡ് സമയമായി, ലെറ്റ്സ് ഡു ഇറ്റ്. ടോണിയുടെ കമാൻഡ് കേട്ടതും റീഡ് റിച്ചാർഡ്സ് ആ ഒരു സ്പേസ് ഷിപ്പ് ആക്ടിവേറ്റ് ആക്കുവാണ്. അവിടെ ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു സ്പേസ് ഷിപ്പ് അങ്ങനെ തന്നെ വേറൊരു പ്ലാനറ്റിലോട്ട് ട്രാൻസ്ഫർ ആവുകയാണ്. അങ്ങനെ ഭൂമിയിൽ നിന്ന് യാത്രയാവുന്ന ഹൾക്കിനെ നോക്കി ടോണിയും പറയുവാണ്, ഗുഡ് ബൈ ഹൾക്ക്, നീ ഇനി എത്തിച്ചേരുന്ന സ്ഥലത്തിലെങ്കിലും നിനക്ക് സമാധാനം കിട്ടട്ടെ. അങ്ങനെ ഭൂമിയിൽ നിന്ന് ഹൾക്കിനെ പുറത്താക്കിയതിനു ശേഷം ഭൂമിയെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം ഹൾക്കിന്റെ കഥ അവസാനിച്ചു എന്നവർ കരുതി. എന്നാൽ യഥാർത്ഥത്തിൽ ഹൾക്കിന്റെ കഥ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഹൾക്കിനെ കൊണ്ട് ആ ഒരു സ്പേസ് ഷിപ്പ് നേരെ ചെന്ന് വീണത് സക്കാർ എന്ന മറ്റൊരു ഗ്രഹത്തിലാണ്. സ്പേസ് ഷിപ്പിൽ നിന്ന് പുറത്തിറങ്ങി ഹൾക്ക് ആ ഗ്രഹം മൊത്തം അങ്ങ് ചുറ്റി നോക്കുവാണ്. ഞാനിതെവിടെയാണ്? അങ്ങനെ സംശയത്തോടെ ചുറ്റും നോക്കി നിൽക്കുന്ന ഹൾക്ക് അകലെയായി കുറെ വാർഷിപ്പുകൾ തന്നെ നോക്കി വരുന്നതായിട്ട് കാണുന്നു. ആ വാർഷിപ്പുകൾ ഹൾക്കിന് മുമ്പിലായിട്ട് ലാൻഡ് ആവുകയാണ്. ആ വാർഷിപ്പുകളുടെ ഉള്ളിൽ നിന്നും ചുവപ്പ് നിറത്തിലുള്ള പടയാളികളുടെ വേഷം ധരിച്ച് കുറേ പേര് ഹൾക്കിന് നേരെ വരുന്നു. അവരുടെ കയ്യിലൊക്കെ എന്തൊക്കെയോ വെപ്പൺസും ഉണ്ട്. ഹൾക്കിനും മനസ്സിലാവുകയാണ് എന്തോ പണിയാണ് വരുന്നത്. നിങ്ങളിപ്പോൾ സക്കാർ ഗ്രഹത്തിലാണ് എത്തിയിരിക്കുന്നത്. ഞങ്ങൾ സക്കാറിയൻസ്. ഇവിടെ ജീവനോടെയോ അല്ലാതെയോ ഇരിക്കുന്ന എല്ലാം റെഡ് കിങ്ങിന് അടിമപ്പെട്ടതാണ്. നീ വന്ന ഈ ഷിപ്പും ഇന്നു മുതൽ റെഡ് കിങ്ങിന്റെ പ്രോപ്പർട്ടീസാണ്. അതുകൊണ്ട് നീ മര്യാദയ്ക്ക് ഞങ്ങളുടെ കൂടെ വന്ന് റെഡ് കിങ്ങിന് മുമ്പിൽ മുട്ടുകുത്തി കുമ്പിടണം. അതിനുശേഷം റെഡ് കിങ് തീരുമാനിക്കും നിന്നെ എന്ത് ചെയ്യണമെന്ന്. ഇത് കേട്ട ഹൾക്കും ഒറ്റ കൈകൊണ്ട് താൻ വന്ന ഒരു ഷിപ്പ് മൊത്തത്തിൽ പൊക്കിയെടുത്ത് ആ ഒരു സോൾജേഴ്സിന്റെ മേത്തയ്ക്ക് തന്നെ എറിയുവാണ്. അതിന് ആ സോൾജേഴ്സും ഇവന് പ്രാന്താടെന്ന് പറഞ്ഞിട്ട് ചിതറി ഓടുവാണ്. അവരുടെ ഓട്ടം കണ്ട് രസം പിടിച്ച് തന്നെ ഹൾക്ക് അവരോടായിട്ട് പറയുന്നു, ഡാ എൻ്റെ ഷിപ്പ് നിങ്ങൾ തന്നെ വെച്ചോ, പക്ഷെ അത് കഴിഞ്ഞ് നീയൊക്കെ പറഞ്ഞ കാര്യം, ഞാൻ കുമ്പിടുന്ന കാര്യം, അതിച്ചിരി ബുദ്ധിമുട്ടാണ്. അതും പറഞ്ഞുകൊണ്ട് ഹൾക്ക് വീണ്ടും വയലൻ്റായ സോൾജേഴ്സിനെ എല്ലാം എടുത്തിട്ട് അലക്കാനായിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു സോൾജേഴ്സ് എല്ലാം ഒബീഡിയൻ ഡിസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെപ്പൺ ആക്ടിവേറ്റ് ചെയ്ത് ഹൾക്കിനെ അവിടെ വീഴ്ത്തുവാണ്. നമ്മൾ തോർ റാഗ്നറോക്കിൽ തോറിന്റെ പെടലിക്കായിട്ട് ഒരു ഐറ്റം ഫിറ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ആ ഒരു സാധനം തന്നെയാണ് ഈ ഒരു ഒബീഡിയൻ ഡിസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം. ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഹൾക്കിനെ പോലെ അടങ്ങാത്ത ഐറ്റംസിനെല്ലാം ഇവർ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം കണ്ണു തുറക്കുന്ന ഹൾക്ക് കാണുന്നത് താൻ ഇപ്പോൾ ഒരു ചന്ത പോലത്തെ ഒരു സ്ഥലത്താണ് ആയിരിക്കുന്നത്. അവിടെ ഹൾക്കിന്റെ കയ്യിലും കഴുത്തിലും കാലിലും എല്ലാം ചങ്ങലക്കിട്ട് ഹൾക്കിനൊന്നും അനങ്ങാൻ പോലും പറ്റാത്ത രീതിക്ക് ആക്കി വെച്ചേക്കുവാണ്. പുള്ളിയെ ലേലത്തിന് വെച്ചേക്കുവാണ്. പുള്ളിയുടെ മുമ്പിൽ നിന്ന് കുറെ ആൾക്കാർ ഹൾക്കിന് വേണ്ടി ഇങ്ങനെ ലേലം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനെ കണ്ടിട്ട് ഇവൻ 15 വെള്ളിക്കാശിനുള്ളതൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു 10 വെള്ളിക്കാശങ്ങ് തരും. അത് വെച്ച് ഇവനെ എനിക്കങ്ങ് വിറ്റേക്ക്. അതെനിക്ക് മുതലാവത്തില്ല. 15 എന്ന് പറഞ്ഞാൽ 15 തന്നെ, ഇതിൽ വേറെ വർത്താനമില്ല. സോ തന്റെ മുമ്പിൽ തന്നെ ഇരുന്ന് തനിക്ക് വേണ്ടി ഇങ്ങനെ വില പേശുന്നത് കണ്ടിട്ട് ഹൾക്കിനങ്ങ് കലിച്ചു കയറുവാണ്. എടാ, ആരുടെ മുമ്പിൽ വെച്ചാൽ നീയൊക്കെ ഈ വില പേശുന്നതെന്ന് വല്ല ബോധമുണ്ടോ? നിന്നെയൊക്കെ എന്നാൽ ഹൾക്ക് നിലവിട്ട് പോവുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവിടെയുള്ള സോൾജേഴ്സ് എല്ലാം കൂടെ ഹൾക്കിനെ വീണ്ടും ആ ഒരു ഒബീഡിയൻ ഡിസ്ക് ആക്ടിവേറ്റ് ചെയ്ത് അൺകോൺഷ്യസ് ആക്കുവാണ്. ഇത് കണ്ട് ഹൾക്കിനെ കച്ചവടാക്കിയ ഒരാളും പറയുവാണ്, കൊള്ളാം, നല്ല ദേഷ്യക്കാരനാണെന്ന് തോന്നുന്നു.
ഇവൻ എന്തായാലും മത്സരത്തിൽ കുറച്ച് കയ്യടി നേടും. വീണ്ടും കണ്ണു തുറക്കുന്ന ഹൾക്ക് തന്നെ ഏതോ വലിയൊരു മുറിയിൽ പൂട്ടിയിട്ടതായിട്ട് മനസ്സിലാക്കുന്നു. പിന്നെ അധികം സമയമൊന്നും എടുത്തില്ല, ആ ഒരു മുറി തന്നെ തല്ലി പൊളിച്ച് ഹൾക്ക് പുറത്തോട്ട് വരുവാണ്. അപ്പോഴാണ് പുള്ളി മനസ്സിലാക്കുന്നത് താനിപ്പോൾ വലിയൊരു സ്റ്റേഡിയത്തിന്റെ നടുവിലാണ് ആയിരിക്കുന്നത്. അവിടെ ഇങ്ങനെ വലിയൊരു ഗ്ലാഡിയേറ്റർ സെറ്റപ്പിൽ അവിടുത്തെ രാജാവുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ റെഡ് കിങ്, പുള്ളിയുടെ മുമ്പിൽ ഇങ്ങനെ വലിയ വലിയ മോൺസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് ഫൈറ്റ് ചെയ്യിപ്പിക്കും. സോ അങ്ങനെ ഒരു ഫൈറ്റിന് വേണ്ടിയിട്ടാണ് ഹൾക്കിനെ ഇപ്പോൾ ഇവിടെ ഇറക്കി വിട്ടേക്കുന്നത്. അവിടെ ഹൾക്ക് മാത്രമല്ല കേട്ടോ, ഹൾക്കിന്റെ കൂടെ തന്നെ ഫൈറ്റ് ചെയ്യാനായിട്ട് വേറെ ഐറ്റംസ് ഉണ്ട്. അവിടെ മീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ക്യാരക്ടറിനെ ഇപ്പോൾ കാണിക്കുന്നു. ഈ മീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ഹൾക്കിനെ നോക്കിയിട്ട് പറയാണ്, ഹേയ് പച്ച ബ്രോ, ഇവിടെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നല്ലോ, പേടിക്കണ്ട, ഞാനും ആദ്യമായിട്ടാണ്. നമ്മൾ ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും വലിയ ഫൈറ്റ് ഒന്നും ചെയ്യേണ്ടി വരില്ല. ഏതെങ്കിലും ചെറിയ ആൾക്കാരായിരിക്കും നമുക്കെതിരെ ഇറക്കി വിടാനായിട്ട് പോകുന്നത്. നിനക്ക് 2 കൈയല്ലേ ഉള്ളൂ, ദേ എന്നെ നോക്ക്, 5-6 കൈയുണ്ട്, നീ പേടിക്കണ്ട, നിന്നെ ഞാൻ സേഫ് ആക്കിക്കോളാം, നീ എൻ്റെ പുറകെ നിന്നാൽ മതി. നീ മര്യാദയ്ക്കൊക്കെ ഫൈറ്റ് ചെയ്താൽ നിന്റെ ഫൈറ്റിൽ റെഡ് കിങ് ഇംപ്രസ് ആയ വേണമെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. അതിന് ഹൾക്കും ഇവൻ ഏതാണെന്നുള്ളൊരു ഭാവത്തിൽ മീക്കിനെ ഇങ്ങനെ നോക്കുവാണ്. ഇതേ സമയം ഈ ഒരു ഫൈറ്റ് കാണാനായിട്ട് റെഡ് കിങ്ങും ആ ഒരു ഗാലറിയിൽ പ്രസന്റ് ആയിരുന്നു. ഫൈറ്റ് ചെയ്യാൻ എത്തിയിരിക്കുന്ന ഹൾക്കിനെയും മറ്റ് ടീംസിനെയൊക്കെ കണ്ടുകൊണ്ട് റെഡ് കിങ് ഒരു പുച്ഛ ഭാവത്തിൽ പറയുവാണ്, ഇന്നും ഈ ഫൈറ്റിൽ കാര്യമായിട്ട് എന്റർടൈൻമെന്റ് ഒന്നും ഉണ്ടാവില്ലെന്നാ തോന്നുന്നത്. ഇവന്മാരൊക്കെ കണ്ടാലേ അറിയാം, ആദ്യ 10 മിനിറ്റിൽ തന്നെ എല്ലാം ചത്തൊടുങ്ങും. അങ്ങനെ ആ ഒരു ഫൈറ്റും കിക്ക് ഓഫ് ആവുന്നു. ഭൂമി തന്നെ പിളർന്നുകൊണ്ട് വലിയൊരു നീരാളി കണക്കുള്ള വലിയൊരു സാധനം പുറത്തോട്ട് വരുവാണ്. ആ ഒരു സാധനത്തിന്റെ ഹൈറ്റ് തന്നെ ഏതാണ്ട് ആ ഒരു ഗാലറിയുടെ പകുതിയോളം ഉണ്ട്. സോ ഭൂമിയും പിളർന്നു വന്നിരിക്കുന്ന ഈ ഒരു സാമാനത്തെ കണ്ടിട്ട് മീക്ക് അടിമുടി വിറയ്ക്കുവാണ്. ഹേ പച്ച ബ്രോ, ഇതിനെ നമ്മൾ എങ്ങനെ തോപ്പിക്കാനാണ്, നമ്മൾ ചത്തുവെന്നാ തോന്നുന്നത്. ഇത് കേട്ടതും ഹൾക്ക് മീക്കിനോടായിട്ട് പറയുവാണ്, നീ നിന്റെ കാര്യം പറഞ്ഞാൽ മതി, എന്നെ നോക്കാൻ എനിക്കറിയാം. ഇതും പറഞ്ഞുകൊണ്ട് ഹൾക്ക് ഒരു ഒറ്റ ചാട്ടത്തിന് ആ നീരാടി പോലുള്ള സാധനത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ പറന്നു വരുവാണ്. എന്നാൽ ആ സാധനം ഹൾക്കിനെ തന്റെ വലിയ കൈ നീട്ടി മണ്ണിലേക്ക് അങ്ങ് അടിച്ചു വീഴ്ത്തുവാണ്. എന്നിട്ട് ചുരുട്ടിയെടുത്ത് നേരെ വായിലോട്ടങ്ങിട്ട്. ഇത് കണ്ട് നമ്മുടെ മീക്കും പറയുവാണ്, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഓവർ കോൺഫിഡൻസ് നല്ലതല്ലെന്ന്. റെഡ് കിങ്ങിന് എന്തായാലും ആകെപ്പാട് നിരാശയാവുന്നു. 10 മിനിറ്റ് പോയിട്ട് 1 മിനിറ്റ് പോലും ഈ ഫൈറ്റ് നീണ്ടു നിന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് റെഡ് കിങ് തന്റെ ചെറിയ നിന്നിട്ട് പോകാൻ നിൽക്കുന്ന നേരം പെട്ടെന്ന് പുറകിന്ന് വലിയൊരു ശബ്ദം കേൾക്കുവാണ്. തിരിഞ്ഞു നോക്കുന്ന റെഡ് കിങ് കാണുന്നത് ആ ഒരു നീരാളിയുടെ തല തന്നെ പൊളിച്ചുകൊണ്ട് ഹൾക്ക് പുറത്തോട്ട് വരുന്നതാണ്. ഇത് കണ്ട് റെഡ് കിങ്, മീക്ക്, ഹൾക്കിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വന്ന ബാക്കി ആൾക്കാർ, ജനങ്ങൾ എല്ലാവരും ഒരേ സമയം ഞെട്ടിത്തിരിച്ച് നിന്ന് പോവാണ്. മീക്കും ഹൾക്കിൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയുവാണ്, ഡേ നീ ആള് കൊള്ളാമല്ലോ, ഞാൻ വിചാരിച്ച പോലെയല്ല. എന്തായാലും റെഡ് കിങ്ങിൻ്റെ ഫൈറ്റിൽ എന്തായാലും നല്ല രീതിക്ക് ഇംപ്രസ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ നിനക്ക് ഈ നാട്ടിലെ സിറ്റിസൺഷിപ്പും കിട്ടുമെന്നാണ് തോന്നുന്നത്. ഇത് കണ്ട് ഹൾക്കും ഒരു സംശയത്തോടെ മീക്കിനെ നോക്കിക്കൊണ്ട് പറയുവാണ്, റെഡ് കിങ് ഇപ്പോഴെനിക്ക് ഓർമ്മ വന്നു, അവൻ്റെ മുമ്പിലല്ല എന്നോട് മുട്ടുമടക്കി കുമ്പിടാൻ പറഞ്ഞത്, ഇപ്പോൾ തന്നെ ഒന്ന് കുമ്പിട്ട് കളഞ്ഞേക്കാം. ഇതും പറഞ്ഞുകൊണ്ട് ഹൾക്ക് നേരെ റെഡ് കിങ്ങിൻ്റെ നേരെ ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ നടുവിൽ നിന്ന് നേരെ റെഡ് കിങ് ഇരിക്കുന്ന ആ ഒരു ഗാലറി ഉണ്ടല്ലോ, അങ്ങോട്ട് പാഞ്ഞു വരുവാണ് റെഡ് കിങ്ങിനെ തന്നെ അടിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ രാജാവുമ്പോൾ എന്തായാലും ഫ്രണ്ടിൽ പ്രൊട്ടക്ഷൻ ഉണ്ടാവുമല്ലോ. സോ റെഡ് കിങ്ങിൻ്റെ ഷാഡോ ഗാർഡ് എന്നറിയപ്പെടുന്ന ലൂട്ടനന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ റെഡ് കിങ്ങിൻ്റെ ഫ്രണ്ടിലായിട്ട് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരി ഹൾക്കിൻ്റെ മേത്തുള്ള ഒരു ഒബീഡിയൻ ഡിസ്ക് ആക്ടിവേറ്റ് ആക്കി ഹൾക്ക് റെഡ് കിങ്ങിനെ തൊടുന്നതിന് മുമ്പ് തന്നെ ഹൾക്കിനെ താഴെ വീഴ്ത്തുവാണ്. ഇത് കണ്ട് റെഡ് കിങ് താഴെ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്ന ഹൾക്കിനടുത്തേക്ക് പതിയെ നടന്നു വരികയാണ്. നിന്റെ ഫൈറ്റ് കൊള്ളാമായിരുന്നു, പക്ഷെ നീ അത് ആർക്കെതിരെ പുറത്തെടുക്കണമെന്നുള്ള കാര്യത്തിൽ നിനക്ക് ബുദ്ധിയില്ലാതായിപ്പോയി. ശരിയാണ്, നിന്റെ ഫൈറ്റ് കണ്ട് ഞാനും കുറച്ചൊക്കെ ഇമ്പ്രസ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ നിനക്ക് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് തരാമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ നീ എനിക്ക് നേരെ കൈ ഉയർത്തി, അതെനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. നിന്റെ ക്ഷമ എനിക്ക് വേണ്ടടാ. ഇതും പറഞ്ഞുകൊണ്ട് ഹൾക്ക് വീണ്ടും റെഡ് കിങ്ങിന് നേരെ അടി പൊളന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ റെഡ് കിങ് ഈസി ആയിട്ട് നമ്മുടെ ഹൾക്കിൻ്റെ ഓരോ അറ്റാക്കിൽ നിന്നും നൈസായിട്ട് ഇങ്ങനെ ഡോഡ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സോ ആ ഒരു ഒബീഡിയൻ ഡിസ്ക് ആക്ടിവേറ്റ് ആക്കിയത് മൂലം തന്നെ ഹൾക്ക് ഇപ്പോൾ കുറച്ച് വീക്കാണ്. അതുകൊണ്ട് തന്നെ ഹൾക്കിൻ്റെ ആ ഒരു അറ്റാക്കിനൊന്നും പഴയൊരു പഞ്ച് കിട്ടുന്നില്ല. സോ അതുകൊണ്ട് തന്നെയാണ് ഈ റെഡ് കിങ് ഈസി ആയിട്ട് ഇങ്ങനെ ഡോഡ് ചെയ്ത് പോകുന്നത്. എൻ്റെ അറ്റ് ലാസ്റ്റ് റെഡ് കിങ് ഹൾക്കിനെ തന്നെ അടിച്ച് ഒന്നുകൂടെ വീഴ്ത്തുവാണ്. താഴെ വീണ് കിടക്കുന്ന ഹൾക്കിനടുത്തേക്ക് തൻ്റെ കത്തി ചേർത്ത് നിർത്തിക്കൊണ്ട് റെഡ് കിങ് വീണ്ടും ചോദിക്കുവാണ്, എന്താടാ നിന്റെ കലി അടങ്ങിയോ ഇപ്പോൾ? ഹൾക്കും റെഡ് കിങ്ങിനെ നേരെ തിരിഞ്ഞുകൊണ്ട് പറയുന്നു, എൻ്റെ കലി തുടങ്ങിയിട്ടേ ഉള്ളൂടാ. അതും പറഞ്ഞുകൊണ്ട് ഹൾക്ക് തൻ്റെ ഫുൾ പവറിലൊരു കുത്ത് നമ്മുടെ റെഡ് കിങ്ങിൻ്റെ മോത്തിനിട്ട് തന്നെ വെച്ച് കൊടുക്കുകയാണ്. ആ ഒരൊറ്റ അടിയിൽ റെഡ് കിങ് യമലോകം കണ്ടു എന്ന് തന്നെ പറയാൻ പറ്റും. ആ ഒരു അടിയിൽ പുള്ളിയുടെ സ്യൂട്ട് ഡാമേജ് ആയെന്ന് മാത്രമല്ല, പുള്ളിയുടെ മുഖത്ത് ഒരു പാട് വരെ വന്നു ഹൾക്കിൻ്റെ ആ ഒരു അടിയിൽ. എന്നാൽ ഇത് കണ്ട ആൾക്കാരെല്ലാം വൻ രീതിക്ക് ഹൾക്കിന് വേണ്ടി ആർപ്പ് വിളിക്കാനായിട്ട് തുടങ്ങി. കാരണം ഈ റെഡ് കിങ്ങിൻ്റെ ഭരണത്തിൽ ആരും അത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്ന് മാത്രമല്ല, ഒരു കോമൺ മാൻ ഒരു കിങ്ങിനെ എതിർക്കുക എന്ന് പറയുന്നത് എപ്പോഴും ഒരു കിക്കാണല്ലോ. സോ ഈ ഒരു ഫൈറ്റ് ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊരു വലിയ വിപ്ലവം തന്നെ സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കി നമ്മുടെ റെഡ് കിങ്ങിൻ്റെ കൂടെയുള്ള ലൂട്ടനന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ നൈസായിട്ട് ഹൾക്കിൻ്റെ ഒബീഡിയൻ ഡിസ്ക് വീണ്ടും ആക്ടിവേറ്റ് ആക്കുന്നു. ഹൾക്ക് ഓഫ് കോഴ്സ് വീണ്ടും അൺകോൺഷ്യസ് ആയിട്ട് അവിടെ താഴെ വീഴുവാണ്. ലൂട്ടനന്റ് റെഡ് കിങ്ങിനോടായിട്ട് ചോദിക്കുവാണ്, ഇവൻ രാജാവിനെതിരെ തന്നെ കൈ ഉയർത്തി രാജ്യദ്രോഹം ചെയ്തിരിക്കുന്നു, അതും ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച്. ഇവനെ ഇവിടെ വെച്ച് തന്നെ അങ്ങ് കൊന്നുകളയട്ടെ. അതിന് റെഡ് കിങ്ങും ഹൾക്കിനെ നോക്കിയിട്ട് തന്നെ പറയുവാണ്, ഇവൻ അങ്ങനെ പെട്ടെന്ന് ചത്തുകൂടാ. എനിക്കെതിരെ കൈ ഉയർത്തിയ നശിച്ച സമയം ആലോചിച്ച് ഇവൻ വീണ്ടും മരിക്കണം. ഇവനെ
ഇവനെ മായിലേക്ക് അയക്ക്. സോ ഈ മാ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്ററലി ഒരു നരകമെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ ഹൾക്കിനെ വെച്ചിട്ട് ഒരു ഗ്ലാഡിയേറ്റർ സെറ്റപ്പിൽ ഈ ഒരു ഫൈറ്റ് നടന്ന പരിപാടിയില്ലേ, ഇതുപോലെയുള്ള ഫൈറ്റുകളിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കുന്നതിന് ട്രെയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ മാ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. ലിറ്ററലി അവിടെ ജീവിക്കുന്നത് ഒന്നുകിൽ ചാവുക അല്ലെങ്കിൽ കൊല്ലുക എന്നുള്ളതിന് വേണ്ടി മാത്രമാണ്. അങ്ങോട്ടേക്ക് ഇപ്പോൾ ഹൾക്കിനെ മാത്രമല്ല അയക്കുന്നത്, ഹൾക്കിന്റെ കൂടെ ഫൈറ്റ് ചെയ്ത ബാക്കി ക്യാരക്ടേഴ്സിനെയും മീക്കിനെയും അടക്കം ആ ഒരു മായിലേക്കാണ് പയക്കാനായിട്ട് പോകുന്നത്. എന്നാൽ നരകം പോലെയുള്ള ആ ഒരു സ്ഥലത്തെത്തിയിട്ടും ഹൾക്ക് കൂളായിട്ട് അങ്ങ് ഇരിക്കുന്നത് കണ്ടിട്ട് മീക്ക് പറയുവാണ്, നീ ചിരിച്ചോ, ഈ വന്നു കയറിയ സ്ഥലത്തിന്റെ ചരിത്രം നിനക്ക് അറിയാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെ ചിരിക്കുന്നത്, അതറിഞ്ഞു കഴിയുമ്പോഴും നീ ഇങ്ങനെ ചിരിക്കണേ. അതിന് ഹൾക്കും മീക്കിനോടായിട്ട് പറയുവാണ്, വന്നു കയറിയ സ്ഥലത്തിന്റെ ചരിത്രത്തെ പറ്റി എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ചരിത്രം നിനക്കും അറിയില്ല. ഭൂമിയിലുള്ള മനുഷ്യർ എനിക്ക് സമാധാനം കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത്. പക്ഷേ ഇവിടെ എത്തിയതിന് ശേഷം എനിക്ക് തോന്നുന്നത് ഇവിടെ സമാധാനം ഒഴിച്ച് ബാക്കി എല്ലാം കിട്ടുമെന്നാണ്. പക്ഷേ ഐ ലൈക്ക് ഇറ്റ്.